ഇന്റർസ്റ്റെല്ലാർ പോലെയുള്ള സിനിമയുണ്ടോ? എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സിനിമയില്ല. കാരണം ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്നത് അതൊരു വികാരമാണ് അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ക്രിയേറ്ററിന്റെ ഒരു വീഡിയോ കാണുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്റർസ്റ്റെല്ലാർ പോലെയുള്ള അല്ലെങ്കിൽ ആ ഒരു ഫീലോടെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയുണ്ട് എന്നാണ്. അങ്ങനെ ഞാൻ ആ വീഡിയോ മൊത്തം കണ്ടു. കാരണം അന്നായിരുന്നു ആ ഒരു ദിവസം ഇന്റർസ്റ്റെല്ലാർ പോലെ മറ്റൊരു സിനിമ കണ്ടുപിടിച്ച ദിവസം. സത്യം പറയാലോ, ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അതേപോലെയുള്ള ഒരു സിനിമ ഞാൻ കാണാൻ പോകുന്നു. ഈ കഥ നടക്കുന്നത് 2025 ഫെബ്രുവരി 22 ഇന്റർസ്റ്റെല്ലാർ അതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിനെ ഏത് രീതിയിൽ വർണ്ണിക്കണമെന്ന് പറയാൻ വാക്കുകളില്ല. അത്രയും എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് ഇന്റർസ്റ്റെല്ലാർ. എന്നാൽ അതേപോലെയുള്ള ഒരു സിനിമ കാണുക എന്ന് പറയുന്നത് സത്യത്തിൽ മറ്റ് സിനിമകൾ പോലെ അല്ലായിരുന്നു ഇത്. അതായത് ഒരു യുണീക്ക് ആയിട്ടുള്ള സിനിമ, അതേപോലെയുള്ള ഒരു സിനിമ നമ്മൾ വീണ്ടും കാണുക അതെന്നൊക്കെ പറയുന്നത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. സത്യം പറയാലോ, ഈ പടം കിട്ടുവാണ് വേറെ ലെവലാണ്. എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി ബേസ് പറയുവാണെങ്കിൽ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു കാടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കഥയാണ് ഈ ഒരു സിനിമയുടേത്. ആ ഒരു സിനിമയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു സിനിമയിൽ തന്നെ ആയിപ്പോകും. അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് ഈ ഒരു സംഭവം പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു ഫീല് വരും, ഇത് ഇന്റർസ്റ്റെല്ലാർ ആണോ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ആണോ ഈ ഒരു സംഭവമായിട്ട് ആ ഒരു ക്രിയേറ്റർ കമ്പയർ ചെയ്യാനുള്ള കാരണം എന്താണ്? അങ്ങനെയുള്ള പല തോട്ട്സ് വരും. നിങ്ങളൊരു ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ അറിയാത്തതാണോ നിങ്ങളെ അതിൽ നിന്ന് തടയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വളരെ കുറച്ച് സമയം കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ സാധിക്കും. ഒന്നെങ്കിൽ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഈ ലിസ്റ്റിലേക്കോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ബന്ധപ്പെടുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിലൊരു പ്ലോട്ട് ട്വിസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റാണ് നമ്മൾ ആ ഒരു കഥയിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുന്നതും മേ ബി ആ ഒരു കമ്പാരിസണിലേക്ക് ഈ ഒരു സംഭവം പോകാനുണ്ടായ ഒരു കാരണവും. സത്യം പറയുവാണെങ്കിൽ ഈ പടം നല്ല അടിപൊളിയാണ്, കിട്ടുവാണ്. എനിക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. മിസ്റ്ററി, ത്രില്ലിങ്, പിന്നെ വേറൊരു ജോണർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ജോണർ എന്താണെന്നുള്ളത് പറയുന്നില്ല. നിങ്ങൾക്ക് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു ത്രില്ലർ മിസ്റ്ററി ഫാൻസ് ഒക്കെ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് കാഡോ ലൈഫ് എന്ന് പറയുന്നത്. കഥയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും അറിയാതെ കാണേണ്ട ഒരു സിനിമയാണിത്. പക്ഷേ ഒരു കാര്യം ഞാൻ വീണ്ടും സൂചിപ്പിക്കാം, എന്താണെന്ന് വെച്ചാൽ ഇന്റർസ്റ്റെല്ലാർ പോലെ മറ്റൊരു സിനിമ അത് ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നൈറ്റ് ഷാമലനാണ്. അറിയാലോ, സിക്സ്ത് സെൻസ് തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള പുള്ളിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു ഇന്റർസ്റ്റെല്ലാർ പ്രതീക്ഷിച്ചിട്ടൊന്നും നിങ്ങൾ ഈ സിനിമ പോയി കാണണ്ട. നിങ്ങളൊരു ത്രില്ലർ അല്ലെങ്കിൽ വെറൈറ്റി സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മിസ്റ്ററി ഉള്ള ആദ്യം മുതൽ അവസാനം വരെ ത്രില്ലടിപ്പിക്കുന്ന ഇങ്ങനത്തെ സിനിമകളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ എന്ന് തന്നെ ഞാൻ പറയും. അത്രയും കിടിലനായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലും അതുകൂടാതെ ആപ്പിൾ TV-യിലും ഉണ്ട്, ആമസോൺ വീഡിയോയിലും ഇതിൽ ChatGPT-യിൽ ഈ 3 സ്ഥലത്തും ഈ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം എന്താണെങ്കിലും പറയാം. കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ സൂചിപ്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട 33 ത്രില്ലർ സിനിമകൾ പറയുന്ന ഒരു സാധനമാണ്. കണ്ടു നോക്കുക, വേറെ ലെവലാണ്. നിങ്ങൾ ബെസ്റ്റായിട്ട് ഹോളിവുഡിലെ ഏതെങ്കിലും സിനിമകൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ നമ്മൾ നടത്തുന്ന ഫിലിം മേക്കിങ്ങും സ്ക്രിപ്റ്റിങ്ങിൻ്റെയും കോഴ്സിനെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നെങ്കിൽ ആ നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്കോ മെസ്സേജ് ചെയ്താൽ മതി.